പുതിയ റോഡിൽ വീണ്ടും റീടാറിംഗ് ചെയ്ത നടപടിയെ ചൊല്ലി പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ പോര്. ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ പോലും ഭരണസമിതി അനുമതി നൽകുന്നില്ലെന്ന് പ്രതിപക്ഷം. വിഷയത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ആ റോഡിന്റെ കൃത്യമായ വീഡിയോ എന്റെ ഫോണിലുണ്ട്. ബഹുമാനപ്പെട്ട എംഇയോട് ഞങ്ങളത് കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിന് തൊട്ടടുത്തുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ റോഡ് വീണ്ടും റീടാറിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? പൊന്നാനി നഗരസഭയിലെ എത്രയോ റോഡുകൾ, അതിന് തൊട്ടടുത്തുള്ള റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ ഒരു കുഴപ്പമില്ലാത്ത എല്ലാത്തിനും ഉപരി എപ്പോഴും ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ വാർഡിനകത്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഇടങ്കോല് വെക്കുന്ന രീതിയിലാണ് അവിടെ എന്താ വെച്ചെങ്കിൽ നല്ല വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ ഒരു വെള്ളം കൂടി നിന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പൊളയാനുള്ള നല്ല സാധ്യതകളുണ്ട്. റോഡുമായി ബന്ധപ്പെട്ട കാര്യം ആ വാർഡിലെ കൗൺസിലർ പറഞ്ഞു കഴിഞ്ഞു. പരാതിയായിട്ട് പോവാ, ചർച്ച നടത്താൻ പറ്റില്ല. പൊന്നാനി നഗരസഭയിലെ 7ാം വാർഡിലുള്ള കുമ്പളത്തുപടി കുട്ടാട് റോഡ് തകരും മുമ്പേ റീടാറിംഗ് നടത്തിയതിനു ചൊല്ലിയുണ്ടായ തർക്കമാണ് ഭരണപ്രതിപക്ഷ വാക്പോരിൽ കലാശിച്ചത്. ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ഇതോടെ ഭരണപക്ഷ കൗൺസിലർമാരും പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി. വിഷയത്തിൽ വാർഡ് കൗൺസിലർ വിശദീകരണം നൽകുകയും ചെയ്തു. ഇതിനിടെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതോടെ വീണ്ടും കൗൺസിൽ ബഹളമയമായി. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപിയിൽ ഡോക്ടർമാരില്ലാതെ നിരവധി ദിവസങ്ങൾ തങ്ങളെ സംസാരിക്കാൻ ഭരണസമിതി അംഗങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച യുഡിഎഫ് കൗൺസിലർമാർ കൗൺസിൽ ഹാൾ വിട്ടിറങ്ങി. പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പറയാൻ പോലും ചെയർമാനും എൽഡിഎഫ് കൗൺസിലർമാരും സമ്മതിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ PM പറഞ്ഞു. സഭയുടെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും പ്രതിപക്ഷ കൗൺസിലർമാർക്ക് പറയാൻ അനുവദിക്കാത്ത രൂപത്തിൽ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഭരണപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കൗൺസിലർമാർ UDFന്റെ ജനപ്രതിനിധികൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് അവർ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിന് മറുപടി പറയാൻ അനുവദിക്കാതെ, അതുപോലെ തന്നെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അതിന് സൗകര്യമില്ല എന്നുള്ള വാദമാണ് ഭരണപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കാൻ ഇവർക്ക് സൗകര്യമില്ലെങ്കിൽ ഇവരൊക്കെ വേറെ വല്ല പണിക്കും പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അതേസമയം ജനകീയ വിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് പരിഹാരം കാണുന്ന രീതിയാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും കൗൺസിൽ യോഗം കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുകയാണ് പ്രതിപക്ഷമെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അഭിപ്രായപ്പെട്ടു. ജനകീയമായ വിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് ചർച്ച ചെയ്ത് ആ വിഷയത്തിന് പരിഹാരം കാണുന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ കൗൺസിൽ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്കറിയാം, നമ്മുടെ മേഖലയിലെ കുടിവെള്ളം, പ്രത്യേകിച്ച് വരൾച്ച കെടുതികൾ, രൂക്ഷമായ രീതിയിൽ ജലക്ഷാമം നേരിടുന്ന നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾ വളരെ ഗൗരവതരമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ള നിലയ്ക്ക് ചെയറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ വിഷയം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഫർഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൗൺസിൽ അജണ്ട കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ പരസ്പരം പ്രതിപക്ഷ ഭരണപക്ഷ മനോഗതിയോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.